നമസ്കാരം. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം തേടി നമ്മൾ ഒരുപാട് വഴിപാടുകൾ, പൂജകൾ ഒക്കെ നടത്താറുണ്ട്, ശരിയല്ലേ? എന്നാൽ നമ്മുടെ കയ്യിലുള്ള ഒരു സാധാരണ 10 രൂപ നോട്ട് ഉപയോഗിച്ച് ധനത്തെ കാന്തം പോലെ ആകർഷിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? അതേ സത്യം തന്നെയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങളൊക്കെ മാറി സമ്പത്ത് പെരുമഴ പോലെ പെയ്തിറങ്ങാൻ സഹായിക്കുന്ന ഒരു അത്ഭുത വിദ്യയെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാനായി പോകുന്നത്. ജ്യോതിഷ പ്രകാരം പറയുമ്പോൾ ധനം എന്നത് കേവലം കടലാസ് മാത്രമല്ല, അത് ഊർജമാണ്. അതുകൊണ്ട് തന്നെ ഈ 10 രൂപ നോട്ട് ഒരു മന്ത്രത്തകിടായി മാറ്റാൻ നമുക്ക് സാധിക്കും. ഇത് വെറും ഒരു വാക്കല്ല, നിങ്ങൾ വിശ്വസിച്ച് കേൾക്കേണ്ട സത്യമാണ് പറയുന്നത്. പൂർവികർ കൈമാറി വന്ന ഒരു വിശ്വാസമാണിത്. അതായത് ഇത് എഴുതി വെക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ പോസിറ്റീവ് എനർജി വർദ്ധിക്കുകയും ധനലക്ഷ്മിയുടെ അനുഗ്രഹം നിങ്ങളുടെ ഭവനത്തിലേക്ക് ആകൃഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കർമ്മം ചെയ്യേണ്ടത് ബ്രഹ്മമുഹൂർത്തത്തിലോ അതല്ലെങ്കിൽ സന്ധ്യാസമയത്തോ ആണ്. ഒരു 10 രൂപ നോട്ട് എടുക്കുക. അതിൽ പച്ചമഷി ഉപയോഗിച്ച്, അതായത് പച്ചമഷി ബുധഗ്രഹത്തിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ പച്ചമഷി ഉപയോഗിച്ച് ഇനി പറയാൻ പോകുന്ന ഈ ഒരു വാക്കാണ് നിങ്ങൾ എഴുതേണ്ടത്. അതായത് ഓം ശ്രീം ഹ്രീം ക്ലീം മഹാലക്ഷ്മി നമ. ഇത് എഴുതിയ ശേഷം നോട്ടിന്മേൽ അല്പം ചന്ദനമോ കുങ്കുമമോ തൊടുക. രണ്ടും വേണം, ഒരുമിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയാകാം. അതല്ലെങ്കിൽ ചന്ദനം അല്ലെങ്കിൽ കുങ്കുമം തൊടാവുന്നതാണ്, ഏതെങ്കിലും ഒന്ന് വീതം. മനസ്സ് ഏകാഗ്രമാക്കി വേണം ചെയ്യാൻ. നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറുന്നത് സങ്കല്പിച്ചുകൊണ്ട് 3 തവണയാണ് ഓം ശ്രീം ഹ്രീം ക്ലീം മഹാലക്ഷ്മി നമ എന്ന ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത്. അപ്പോൾ ഇനി ഈ നോട്ട് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് സൂക്ഷിക്കേണ്ടത് എന്നത് കൂടി പറഞ്ഞുതരാം. ഇത് നിങ്ങളുടെ പേഴ്സിലോ അതല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന പെട്ടിയിലോ നിങ്ങൾക്കിത് വെക്കാവുന്നതാണ്. ഇത് മറ്റാർക്കും കൈമാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ ചിന്താശക്തിയിലും വരുമാന മാർഗങ്ങളിലും വരുന്ന ഒരു മാറ്റം നിങ്ങളെ വലിയ രീതിയിൽ പിന്നീടുള്ള സമയങ്ങളിൽ അത്ഭുതപ്പെടുത്തും. അതായത് തടസ്സപ്പെട്ട് കിടന്നതായിട്ടുള്ള പണം നിങ്ങളെ തേടി വരും. പുതിയ പലവിധ വരുമാന മാർഗങ്ങളും നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഏവരും ശ്രദ്ധിക്കുക, വിശ്വാസമാണ് വേണ്ടത്. എല്ലാം പൂർണ്ണമായ ഭക്തിയോടും ശുദ്ധിയോടും കൂടി ഇത് നിങ്ങൾ ചെയ്തു നോക്കുക. ധനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി പെയ്തിറങ്ങട്ടെ. ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. ഐശ്വര്യം പകരുന്നത് വഴി അത് നിങ്ങളിലേക്ക് കൂടുതൽ ഇരട്ടിയായിട്ട് തിരിച്ചു വരിക തന്നെ ചെയ്യും. ഏവർക്കും നന്ദി, നമസ്കാരം.